നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടം. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മാണിത്തൊടി LDFനെ പിന്തുണച്ചു. തിങ്കളാഴ്ച പ്രസിഡന്റ് സ്ഥാനവും UDFന് നഷ്ടമായിരുന്നു. പണവും ജോലിയും ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്താണ് രമ്യ മാണിത്തൊടിയെ LDF ചാക്കിലാക്കിയതെന്നും അവർക്ക് മെമ്പറായി തുടരാൻ അർഹതയില്ലെന്നും ഏലംകുളത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായ K. ഹൈറുന്നീസ കുതിരക്കച്ചവടം നടത്തിയാണ് LDFനൊപ്പം കൂടിയതെന്ന് തെളിയിച്ചാൽ രാജിവെക്കാൻ തയ്യാറെന്ന് രമ്യ മാണിത്തൊടി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയത്തിൽ വീണ്ടും ചർച്ച നടത്താൻ കൗൺസിൽ തീരുമാനം. ഒറ്റപ്പാലം വരോട് അനങ്ങൻമലയിലെ ഖനനം സർക്കാർ അനുവദിക്കരുതെന്ന് വെൽഫെയർ പാർട്ടി. ഖനനം നടത്തുന്നതിന് ശാസ്ത്രീയമായ ഒരു പഠനവും സർക്കാർ നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ. സബ് കളക്ടർക്ക് നിവേദനവും നൽകി. ഒറ്റപ്പാലത്ത് റോഡരികിൽ കഞ്ചാവ് ചെടി. ചുനങ്ങാട് മലപ്പുറത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പെരിന്തൽമണ്ണ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമായി. ചൊവ്വാഴ്ച നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മാണിത്തൊടി LDFനെ പിന്തുണച്ചു. 9 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടമായത്. തിങ്കളാഴ്ച അവിശ്വാസ പ്രമേയ ചർച്ചയെ തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസിലെ പ്രസിഡന്റ് K. സുകുമാരന് സ്ഥാനം നഷ്ടമായിരുന്നു. ഇതോടെ EMSന്റെ ജന്മനാട്ടിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണമായി. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെ 8 LDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മാണിത്തൊടി പിന്തുണച്ചതോടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണം അവസാനിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും 8 വീതം അംഗങ്ങളായി തുല്യതയിൽ എത്തിയപ്പോൾ നറുക്കെടുപ്പിലൂടെ UDFന് ഭരണം ലഭിക്കുകയായിരുന്നു. UDF ഭരണസമിതിക്കെതിരെ LDF നിരന്തരം സമരം നടത്തി. ഒടുവിൽ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. തിങ്കളാഴ്ച കോൺഗ്രസിലെ പ്രസിഡന്റ് C. സുകുമാരനെതിരെയുള്ള അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മാണിത്തൊടി LDF പക്ഷത്തെ പിന്തുണച്ചിരുന്നു. ചൊവ്വാഴ്ച മുസ്ലിം ലീഗിലെ വൈസ് പ്രസിഡന്റ് K. ഹൈറുന്നീസയ്ക്ക് എതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ നടന്ന ചർച്ചയിലും രമ്യ മാണിത്തൊടി LDFനെ അനുകൂലിച്ചു. അതോടെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഭരണം UDFന് പൂർണ്ണമായും നഷ്ടമായി. ഭരണം തിരിച്ചുപിടിച്ച LDF അംഗങ്ങളും പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പടക്കം പൊട്ടിച്ചും പായസം വിതരണം ചെയ്തും വിജയം ആഘോഷിച്ചു. ആഹ്ലാദ പ്രകടനവും നടത്തി. പണവും ജോലിയും ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്താണ് രമ്യ മാണിത്തൊടിയെ LDF അവരുടെ ഭാഗമാക്കിയതെന്നും വിശ്വാസവഞ്ചന കാണിച്ച അവർക്ക് പഞ്ചായത്ത് മെമ്പറായി തുടരാൻ അർഹതയില്ലെന്നും രാജിവെച്ച് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്നും അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ട ഏലംകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഹൈറുന്നീസ പറഞ്ഞു. എന്നാൽ കുതിരക്കച്ചവടം നടത്തിയാണ് LDFനൊപ്പം കൂടിയതെന്ന് തെളിയിച്ചാൽ രാജിവെക്കാൻ തയ്യാറാണെന്നും മികച്ച വാർഡ് മെമ്പറായി പ്രവർത്തിച്ച തനിക്ക് പാർട്ടിയിലും UDF സംവിധാനത്തിലും പരിഗണന ലഭിക്കാത്തതിനാലാണ് LDFനെ പിന്തുണച്ചതെന്ന് രമ്യ മാണിത്തൊടി പറഞ്ഞു. വ്യക്തിത്വം അടിയറവ് വെച്ച് ആ വാർഡിൽ ഇനി നിൽക്കാൻ ആ മെമ്പർക്ക് ഒരു യോഗ്യതയുമില്ല. നമ്മളൊരു സത്യപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് വിശ്വാസ്യതയാണ്. UDFന്റെ ഇതിൽ മത്സരിച്ച് അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രസിഡന്റിനെ. അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, തെളിയിക്കട്ടെ. കുതിരക്കച്ചവടം നടന്നു എന്നുള്ള രീതിയിൽ അവർ തെളിയിക്കട്ടെ. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിലെ C. സുകുമാരനെയും വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ K. ഹൈറുന്നീസയെയും കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മാണിത്തൊടിയുടെ പിന്തുണയോടെയാണ് ഭരണത്തിൽ നിന്നും പുറത്താക്കിയത്. രമ്യ മാണിത്തൊടിക്ക് പണവും ജോലിയും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്താണ് ഇടതുപക്ഷം ഏലംകുളം പഞ്ചായത്തിൽ UDF ഭരണം അട്ടിമറിച്ചതെന്ന്
വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ കെ ഹൈറുന്നീസ ആരോപിച്ചു. BJP RSS ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ പ്രവൃത്തിയാണ് ഏലംകുളം പഞ്ചായത്തിലെ അല്ലെങ്കിൽ ഏലംകുളത്തുള്ള സഖാക്കൾ ചെയ്തത്. ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഓഫർ കൊടുത്ത് ഭർത്താവിന് ജോലി, വീട്ടിലെ കടബാധ്യതകൾ തീർക്കൽ, ബാങ്കിൽ ഉദ്യോഗസ്ഥയായി മെമ്പറെ സ്വീകരിക്കൽ, ഇങ്ങനെയൊക്കെ 10, 20, 30 ലക്ഷങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് വ്യക്തിത്വം ഇല്ലാത്ത ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കാൻ ഏത് രാഷ്ട്രീയക്കാരനും കഴിയും. അതാണ് ഈ ഏലംകുളം പഞ്ചായത്തിലെ CPM ചെയ്തുകൊണ്ടത്. അതിൽ നമുക്ക് സഹതാപം മാത്രമാണ് അവരോട് തോന്നിയിട്ടുള്ളത്. കാരണം 40 വർഷം അവർ ഭരിച്ചിട്ടും അവർ ഈ ഒരു 4 വർഷക്കാലം വികസന നല്ല രീതിയിൽ പോകുന്ന ഒരു പഞ്ചായത്തിനെ വീഴ്ത്താൻ വേണ്ടി ഒരു വ്യക്തിത്വം അടിയറവ് വെച്ച ഒരു മെമ്പറെ പൈസ ലക്ഷങ്ങൾ എറിഞ്ഞുകൊണ്ട് വീഴ്ത്തി ഒരു അവിശ്വാസ പ്രമേയം പാസാക്കി എടുക്കാൻ ഏത് രാഷ്ട്രീയക്കാരനും കഴിയുമെന്ന് അതിന്റെ ഒരു വോട്ടവകാശത്തിന്റെ മറ്റൊന്നൊരു ആവശ്യവുമില്ല. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. എന്നാൽ സമൂഹ മാധ്യമത്തിലൂടെ തന്നെയും കുടുംബത്തെയും അധിക്ഷേപിച്ചെന്നും പ്രസിഡന്റായിരുന്ന സി സുകുമാരനും ഡ്രൈവറുമാണ് ഇതിന് പിന്നിലെന്നും രമ്യ മാണിത്തൊടി ആരോപിച്ചു. എനിക്കെതിരെ പ്രത്യക്ഷപ്പെട്ട വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് എന്നെ വ്യക്തിപരമായും കുടുംബത്തെ അധിക്ഷേപിച്ചും കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു അത് രാഷ്ട്രീയപരമായി CPM ആണ് എനിക്ക് നേരെ കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതിൻ്റെ തെളിവുകളെല്ലാം പുറത്തു വന്നപ്പോൾ ഇതിൻ്റെ കറുത്ത കൈകൾ വെളുത്ത ഷർട്ടിട്ട പ്രസിഡന്റിൻ്റെ ആണ് എന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞങ്ങളുടെ UDF സംവിധാനത്തിലുണ്ടായിരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രസിഡന്റിനെതിരെ, അതായത് ഭരണസമിതിക്കെതിരെ പ്രത്യക്ഷത്തിൽ എനിക്ക് നല്ല രീതിയിൽ വിമർശിക്കേണ്ടി വന്നു. കുറേയധികം കാര്യങ്ങൾ പ്രസിഡന്റിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ടും പ്രസിഡന്റിൻ്റെ വെള്ളിയേട്ടം കളിയുമായി ബന്ധപ്പെട്ടും എനിക്ക് കുറേയേറെ കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കേണ്ടതായി വന്നു. അതിനുള്ള ഒരു പകപോക്കലാണ് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഫേക്ക് ഐഡിയിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. 6ാം വാർഡ് എന്നുള്ള എൻ്റെ വാർഡിൽ നല്ല രീതിയിൽ എല്ലാ ജനങ്ങളോടും കൂടി സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മെമ്പർ എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടായിരുന്നത്. പ്രസിഡന്റിന്റെ തെറ്റായ നയങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ നിഷ്പ്രഭമാക്കി പകപോക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്നും രമ്യ മാണിത്തൊടി പറഞ്ഞു. പ്രസിഡന്റിനെ എതിർക്കുന്നവരെ നിഷ്പ്രയാസം ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറുകയും പ്രസിഡന്റിന്റെ PA ആയിട്ട് പ്രവർത്തിക്കുന്ന ഷൈജു എന്ന ആളോട് കൂടി തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിട്ടുള്ളത്. ഷൈജു ആണ് ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ടുള്ളത്. ഷൈജുവിൻ്റെ ആ ഒരു ഗുണ്ടായിസം 6ാം വാർഡിൽ ഒപ്പം നിന്ന് എന്നോട് തന്നെ വേണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവരെല്ലാം LDF പല വാഗ്ദാനവും നൽകി ചാക്കിട്ട് പിടിച്ചു പ്രമേയം പാസാക്കിയ രമ്യ മാണിത്തൊടിക്ക് പഞ്ചായത്ത് അംഗമായി തുടരാൻ അർഹതയില്ലെന്നും രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവണമെന്നും കെ ഹൈറുന്നീസ വെല്ലുവിളിച്ചു. വ്യക്തിത്വം അടിയറവ് വെച്ച് ആ വാർഡിൽ ഇനി നിൽക്കാൻ ആ മെമ്പർക്ക് ഒരു യോഗ്യതയുമില്ല. നമ്മളൊരു സത്യപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് വിശ്വാസ്യതയാണ്. UDFന്റെ ഇതിൽ മത്സരിച്ച് ഒരു ആൾക്ക് ഒരു ഭരണസമിതിയോട് എതിർപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലെങ്കിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ രാജിവെച്ച് പിന്നീട് ഇലക്ഷൻ നേരിടുകയാണ് ചെയ്യേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ 6ാം വാർഡ് മെമ്പർ ഇലക്ഷനെ നേരിടട്ടെ. അല്ലാതെ ഇത് തവളച്ചാട്ടം ചാടുന്നത് പോലെ ഒരു ഭരണസമിതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ജനങ്ങളുടെ മുന്നിൽ വരുത്തി തീർത്തുകൊണ്ട് മറ്റുള്ള ഭാഗത്തേക്ക് ചാടിക്കളിക്കുന്ന ഒരു മെമ്പറെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക? ആ 6ാം വാർഡിലെ മെമ്പർ ജനങ്ങളോട് എന്താണ് ഇനി ആ മെമ്പർക്ക് പറയാനുള്ളത്? കാരണം ആ മെമ്പർ വെക്കുകയായിരുന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു. ഇത് ഒരു ഭരണസമിതിയെ ചതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിനെ മുഴുവൻ ചതിച്ചുകൊണ്ട്, UDFനെ ചതിച്ചുകൊണ്ടാണ് മറ്റുള്ള ഒരു പാർട്ടിയിലേക്ക് ആ മെമ്പർ പോയത്. ഇനി വേറുള്ള പാർട്ടിയിലേക്ക് ചാടോ ഇല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ സഹതാപം മാത്രമാണ് ആ പാർട്ടിയോട് നമുക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇനിയും ശക്തമായി തന്നെ, ഞങ്ങൾ ഇനി പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് നമുക്ക് പറയാനുള്ളത്. വാഗ്ദാനങ്ങൾ സ്വീകരിച്ചും കുതിരക്കച്ചവടം നടത്തിയുമാണ് LDFന്റെ ഭാഗമായതെന്ന് തെളിയിച്ചാൽ രാജിവെക്കാൻ തയ്യാറാണെന്നും രമ്യ മാണിത്തൊടി തിരിച്ചടിച്ചു. കുതിരക്കച്ചവടം നടന്നിട്ടാണ് ഞാൻ ഇവരെ കൂടെ പോയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഊർജ്ജമാണ്. അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രസിഡന്റിനെ. അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, തെളിയിക്കട്ടെ. കുതിരക്കച്ചവടം നടന്നു എന്നുള്ള രീതിയിൽ അവർ തെളിയിക്കട്ടെ. എവിടെയും ഞാൻ നിന്ന് കൊടുക്കാം, പബ്ലിക്കായി ഞാൻ നിന്ന് കൊടുക്കാം. കുതിരക്കച്ചവടത്തിൽ എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, എന്തെങ്കിലും പങ്ക് പറ്റിയിട്ടാണോ ഞാൻ CPMന്റെ കൂടെ ചേർന്നത് എന്നുള്ളത് അവർ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ രാജിവെച്ച് പുറത്തു പോകും. ഇപ്പോൾ അവിടെ മെമ്പർമാർ പറഞ്ഞു ഞാൻ രാജിവെച്ച് പുറത്തു പോട്ടെന്ന്. ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ എന്തിനു രാജിവെക്കണം? തെറ്റ് ചെയ്ത പ്രസിഡന്റിനെതിരെ ഞാൻ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രസിഡന്റാണ് രാജിവെച്ച് പോകേണ്ടത്. ഇനിയും പ്രസിഡന്റിന് സമയമുണ്ട്. 3ാം വാർഡിലെ ജനങ്ങളോട്
ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉള്ളതാണെങ്കിൽ പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോട്ടെ. പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് അവർ രാജിവെച്ച് പുറത്തു പോട്ടെ. കുതിര കച്ചവടം എന്നുള്ള കാര്യം ജനങ്ങൾക്കൊക്കെ അറിയാം. ഒരു ആളും ആദർശം പണയം വെച്ചുകൊണ്ട് കുതിര കച്ചവടത്തിനൊന്നും കൂട്ടു നിൽക്കില്ല. അതിന് കാലമൊക്കെ കഴിഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയത്തിൽ വീണ്ടും ചർച്ച നടത്താൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. HMC യോഗ തീരുമാനപ്രകാരമാണ് ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക യോഗം ചേർന്നത്. യോഗത്തിൽ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥ പങ്കെടുത്തതിൽ ഒരു ഡോക്ടർ വിമർശനം ഉന്നയിച്ചു. ഡോക്ടർമാരുടെ യോഗത്തിൽ ഉദ്യോഗസ്ഥർ എന്തിനാണെന്നായിരുന്നു വിമർശനം. അധ്യക്ഷയാണ് യോഗത്തിൽ ആരെല്ലാം പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടതെന്ന് ചെയർപേഴ്സണും MLAയും നിലപാടെടുത്തു. ഇതിനെ തുടർന്ന് ഡോക്ടർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതായും നഗരസഭാധികൃതർ അറിയിച്ചു. യോഗത്തിൽ ഡോക്ടർമാർ അവരുടെ പ്രശ്നങ്ങൾ അറിയിച്ചതായും ആവശ്യമായി വന്നാൽ വീണ്ടും ചർച്ച നടത്തുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി അറിയിച്ചു. HMCയുടെ തീരുമാനപ്രകാരം അതേപോലെ തന്നെ താലൂക്ക് വികസന സമിതിയിൽ വരുന്ന ചർച്ചകളിലേക്ക് ഉള്ള അടിസ്ഥാനത്തിൽ താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം വിളിച്ചു കൂട്ടി. ഡോക്ടർമാർക്ക് പറയാനുള്ള വേറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനോടനുബന്ധിച്ച് ഇനിയും വേണമെങ്കിൽ ആവശ്യാനുസരണം വീണ്ടും നമുക്ക് ചർച്ച നടത്താം. എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. തുടർന്നും അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ടാകും. ഒറ്റപ്പാലം വരോട് അനങ്ങൻമലയിലെ ഖനനം തുടരാൻ സർക്കാർ അനുവദിക്കരുതെന്ന് വെൽഫെയർ പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഖനനം നടത്തുന്നതിന് ശാസ്ത്രീയമായ ഒരു പഠനവും സർക്കാർ നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനങ്ങൻമലയിലെ ഖനനം തുടരാൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നത്. സ്വകാര്യ കമ്പനിയുടെ താൽപ്പര്യത്തിനു വേണ്ടി ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഖനനം ഇനിയും തുടർന്നാൽ മറ്റൊരു വയനാട് ആവർത്തിക്കപ്പെടുമെന്നും നേതാക്കൾ പറഞ്ഞു. വയനാട്ടിലെ ദുരന്തം എത്രത്തോളം വ്യാപകമാണെന്ന് അപ്പോൾ ആ ദുരന്തത്തിൽ ഞങ്ങൾ 4-5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഒരു കോറി പോലെയല്ല അനങ്ങമല വിഷയത്തിലുള്ളത്. ഏത് സമയത്തും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതും ഒരുപാട് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുമുണ്ട്. അവർക്കെല്ലാം അപകടം വിതക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കോറി നടത്തുകാർ ഗവൺമെൻറ്റും അതിൻ്റെ പഞ്ചായത്ത് സംവിധാനങ്ങളും അവർക്ക് അനുകൂലമായ നിലപാടാണ് ഏറ്റെടുത്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കോറി സംവിധാനം ഇപ്പോൾ താൽക്കാലികമായ സ്റ്റോപ്പ് മെമ്മോയിലാണ് ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് നിർത്തണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ച രാഷ്ട്രീയ പിന്തുണ വ്യക്തമാകുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ഇവിടെ ഖനനം നടത്തുന്നതിന് ശാസ്ത്രീയമായ ഒരു പഠനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. സ്വകാര്യ കമ്പനിയുടെ താൽപ്പര്യത്തിന് വേണ്ടി ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന സ്ഥലത്താണ് കമ്പനി ഇതുവരെ അനധികൃതമായി ഖനനം നടത്തിയത്. കേരളത്തിലെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി തന്നെയാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത്. അടിയന്തരമായി ഇതിനെതിരെ നടപടിയെടുക്കാൻ സാഹചര്യങ്ങളുണ്ടായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പ്രവർത്തിച്ച ഈ കമ്പനിക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ച രാഷ്ട്രീയ പിന്തുണ വ്യക്തമാവുകയാണ്. ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജാഫർ പത്തിരിപ്പാല, ജില്ലാ കമ്മിറ്റി അംഗം ഫൈസൽ അമ്പലപ്പാറ, മണ്ഡല സെക്രട്ടറി ഫാറൂഖ് പത്തിരിപ്പാല, ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ ഒറ്റപ്പാലം, ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി അംഗം ഷെരീഫ് വരോട തുടങ്ങിയവരും പങ്കെടുത്തു. ഇത് സംബന്ധിച്ച് വെൽഫെയർ പാർട്ടി നേതാക്കൾ സബ് കളക്ടറെ നേരിൽ കണ്ട് നിവേദനവും നൽകി. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിൽ ചുനങ്ങാട് മലപ്പുറത്ത് റോഡരികിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. പോലീസ് പട്രോളിങ്ങിനിടെയാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 18 സെന്റിമീറ്റർ നീളവും 1 മാസം വളർച്ചയുമുള്ള കഞ്ചാവ് ചെടിയാണ് പോലീസ് കണ്ടെത്തിയത്. ചുനങ്ങാട് മലപ്പുറം സ്കൂളിന് സമീപത്തെ വളവിലാണ് കുറ്റിച്ചെടികൾക്കിടയിൽ വളരുന്ന നിലയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ അമ്പലപ്പാറ ഭാഗത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പ്രദേശത്തെ ഇരുചക്രവാഹന റിപ്പയർ ഷോപ്പിന് മുമ്പിൽ നാട്ടുകാർ കൂടി നിൽക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഒറ്റപ്പാലം SI M സുനിലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. BJP ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക്
കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്നു, വികസനങ്ങൾ അട്ടിമറിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. 5.5 ലക്ഷം ഗ്രാമം ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലേക്കും ജലമെത്തിക്കാൻ, ശുദ്ധജലമെത്തിക്കുന്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. എന്റെ ഓങ്ങല്ലൂർ പഞ്ചായത്തില് അത് കാര്യക്ഷമമായി നടപ്പാക്കാൻ എന്തേ നിങ്ങൾക്ക് സാധിച്ചില്ല? അവിടെ അതിന്റെ പേരിൽ വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളിൽ ആ റോഡിന്റെ കുഴിയിൽ വീണ് ആള് മരിക്കുന്ന അവസ്ഥ വരെ ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. പറയാതിരിക്കാൻ സാധിക്കില്ല. ഏരിയ പ്രസിഡന്റ് ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. KV ജയൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ണികൃഷ്ണൻ ഗോപിദാസ്, മണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗോപി പൂവക്കോട്, അനിൽകുമാർ, വൈസ് പ്രസിഡന്റുമാരായ രേഖ, റഹീം, മണികണ്ഠൻ, നാരായണൻകുട്ടി, മുരളി, കൃഷ്ണകുമാർ, രാജേഷ്, NK രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിന് നടപടികളാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തോടൊപ്പം കാർഷിക മേഖലയ്ക്ക് ഉണർവ് പകരുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ വർഷത്തെ ബജറ്റിലാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിനായി തുക വകയിരുത്തിയത്. 5 കോടി രൂപയുടെ നവീകരണമാണ് ഓർച്ചാർഡിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി കൃഷിവകുപ്പ് ഡയറക്ടറെ MLA നേരിൽ കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി മുഹമ്മദ് മൂസിൻ MLA ഓർച്ചാർഡിൽ വെച്ച് നവീകരണവുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത്. സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് DPR തയ്യാറാക്കി വരുന്നതായി MLA പറഞ്ഞു. പട്ടാമ്പിയിൽ നമുക്കറിയാം, സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം നടക്കുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഉണർവേകുക മാത്രമല്ല, പുതിയ കൃഷിക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് അറിവ് ലഭിക്കുന്ന രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും ആധുനികമായിട്ട് എന്നതിന് അറിവ് ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം ഇവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ഹെർബൽ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ സംവിധാനങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു ഫാം ടൂറിസത്തിന് വലിയ ഏക്കർ കണക്കിനുള്ള സ്ഥലം ആളുകൾക്ക് വന്ന് പട്ടാമ്പിയിൽ ഫാമിനെ കുറിച്ച് പഠിക്കാൻ, കൃഷിയെ കുറിച്ച് അറിയാൻ, കുറച്ച് സമയം നല്ല സമയമായി ചെലവഴിക്കാൻ, അതായത് അവരുടെ ലേഷർ ടൈം ചെലവഴിക്കുന്നതോടൊപ്പം അറിവും ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഫാം ടൂറിസം കൂടി നമ്മളിതിൽ ലക്ഷ്യം വെക്കുന്നുണ്ട്. 1962 ഓർച്ചാർഡിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് കർഷകരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. നിലവിൽ ഫാം ഇവിടെയുണ്ട്. ഇത് പുനരുജ്ജീവിപ്പിക്കും. ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം മാത്രമല്ല, കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക എന്നതാണ് ലക്ഷ്യം. കൃഷിക്ക് വേണ്ടി പഠിക്കാൻ വരുന്നവർക്ക് പുതിയ അറിവ് ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനമൊരുക്കും. കൂടാതെ ഫ്രൂട്ട്സ്, ഔഷധ സസ്യങ്ങളുടെ സംവിധാനം, ഫാം ടൂറിസം, പഠിക്കാനുള്ള സൗകര്യം എന്നിവ ഒരുക്കാനുള്ള പദ്ധതിയും ഉദ്ദേശിക്കുന്നുണ്ട്. KLDCയാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഗണേശോത്സവം ആഘോഷഭരിതമായി. നഗരസഭ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ഭഗവാനോട് അർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ എഴുത്തിനിരുത്തി നമ്മുടെ വിദ്യ ആരംഭിച്ചത്. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, താരകാസുരൻ എന്ന അസുര പെരുമാള് സജ്ജനങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് അധർമ്മത്തിന്റെ പെരുമാളായ എങ്ങനെ വാണ സമയത്ത് ആ താരകാസുരനെ ഇല്ലാതാക്കാൻ വേണ്ടി ദേവഗണങ്ങൾ ഒരു മഹായുദ്ധം നയിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന്റെ സേനാപതിയായി സാക്ഷാൽ സുബ്രഹ്മണ്യനെ സേനാപതിയായി വാഴിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ പരിശ്രമിച്ചപ്പോ അഭിഷേക ജലം സുബ്രഹ്മണ്യന്റെ ശിരസിൽ വീഴ്ത്താൻ നോക്കുമ്പോ കൈ ഉയർത്തിയപ്പോ ആ കൈ ഉയരുന്നില്ല. കുറെ നേരം ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അപ്പോൾ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ പറഞ്ഞു, ഈ ഭൂമിയിൽ ഏത് നല്ല കാര്യം നന്നായി നടക്കണമെങ്കിലും നിങ്ങളത് തുടങ്ങുന്നതിന് മുമ്പ് ഗണപതിയെ ഒന്ന് പ്രീതിപ്പെടുത്തണം, സ്തുതിക്കണം. അത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ നടക്കാത്തത്. ഒന്ന് ഗണപതിയെ ഒന്ന് സ്തുതിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഗണപതിയെ സ്തുതിച്ച് അത് ചെയ്തപ്പോൾ ഭംഗിയായി നടന്നതിനെ തുടർന്ന് സാക്ഷാൽ പരമേശ്വരൻ തന്നെ അരുളി ചെയ്താണ്, ഇനി ഭൂമിയിൽ ഇതുപോലെ ഏത് കാര്യം തുടങ്ങുമ്പോഴും നിങ്ങൾ ഗണപതിയെ സ്തുതിച്ച് മുന്നോട്ട് പോയിക്കോളൂ. എല്ലാ വിഘ്നങ്ങളെയും ഇല്ലാതാക്കിയിട്ട് ഗണേശ ഭഗവാൻ നിങ്ങളുടെ ദൗത്യത്തെ, നിങ്ങളുടെ ലക്ഷ്യത്തെ, നിങ്ങളുടെ ഉദ്ദേശത്തെ, നിങ്ങളുടെ പരിശ്രമത്തെ, എല്ലാ തരത്തിലുള്ള തടസ്സ
തടസ്സങ്ങളും നീക്കി വിജയിപ്പിച്ചു തന്നോളും. ഗണേശസ്തുതികളുമായി വരിവരിയായി നിരന്ന ഗണേശ വിഗ്രഹങ്ങൾ, നഗരത്തെ ആനന്ദ നൃത്തത്തിൽ ആറാടിച്ച് എത്തിച്ചേർന്ന വിശ്വാസികൾ, തിങ്ങി നിറഞ്ഞ ജനങ്ങളെ സാക്ഷിയാക്കി നടന്ന പൊതുസമ്മേളനം, ഒറ്റപ്പാലത്ത് നടത്തിയ ഗണേശോത്സവം ആഘോഷ നിർഭരമായി. RSS പാലക്കാട് വിഭാഗ് സഹസംഘചാലക് അഡ്വക്കേറ്റ് ജയറാം അധ്യക്ഷനായി. വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ PK മാധവൻ ഭദ്രദീപം തെളിയിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗണങ്ങളുടെ അധിപതിയാണ് ഗണപതി എന്നുള്ളതാണ്. കൂട്ടങ്ങളുടെ കാവൽക്കാരനാണ്, ഈശ്വരനാണ്, വിഘ്നങ്ങൾ തീർക്കുന്നവനാണ്. ആ ഗണപതി ഭഗവാനെ വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സനാതന മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളിൽ ഭദ്രമാണ് എന്ന് തീരുമാനമെടുത്തവർ നമ്മെ അപമാനിച്ചും അവഹേളിച്ചും നമ്മുടെ ആളുകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ സമയത്ത് എവിടെയാണോ ഈ കാവിക്കൊടി കുത്തരുത് എന്ന് പറഞ്ഞത്, അവിടെ ഗണപതിയുടെ തുമ്പിക്കയ്യനെ പോലെ പരതി നോക്കിക്കൊണ്ട് വലിച്ചു പറിച്ചു കളയേണ്ടതിനെ പറിച്ചു കളഞ്ഞുകൊണ്ട് അവിടെ ഈ പതാക നിവർത്തിയ നമ്മുടെ അഗ്രേസരന്മാരുടെ മുന്നിൽ, ആ കാവൽക്കാരുടെ മുന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ ഗണേശ ഉത്സവങ്ങൾ എന്ന് പറയുന്നത്, വിഗ്രഹം എന്ന് പറയുന്നത് ഗ്രഹിക്കാനുള്ളതാണ്. BJP സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ, ഗണേശ സേവാ സമിതി ജനറൽ സെക്രട്ടറി P അരവിന്ദൻ, അഡ്വക്കേറ്റ് P അശോക് കൃഷ്ണൻ, കോർഡിനേറ്റർ KP സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഘോഷയാത്രയ്ക്ക് ശേഷം മായന്നൂർ കടവിൽ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഘോഷയാത്ര കണിയമ്പുറം ഊട്ടുപുര ഗണപതി ക്ഷേത്രത്തിൽ സംഗമിച്ച് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. തുടർന്ന് വൈകിട്ട് ഭാരതപ്പുഴയിലെ മായന്നൂർ കടവിൽ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. ശ്രീകൃഷ്ണപുരം മേഖലാ ഗണേശോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവവും വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയും നടന്നു. കരിമ്പുഴ പുഴയിൽ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. പതിനൊന്നോളം കേന്ദ്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയ ഗണേശ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര പുഞ്ചപ്പാട സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് മംഗലാകുന്ന്, തിരുവാഴിയോട്, ശ്രീകൃഷ്ണപുരം ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ നഗരപ്രദക്ഷിണത്തിന് ശേഷം 5-ന് ചന്തപ്പുര സെൻട്രലിലെത്തി. പൂക്കോട്ടുകാവ്, വെള്ളിനേഴി എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള വിഗ്രഹ ഘോഷയാത്രയും ചന്തപ്പുരയിലെത്തി. തുടർന്ന് മഹാഘോഷയാത്രയായി ശ്രീകൃഷ്ണപുരം ഷെഡ്ഡുംകുന്ന് കരിമ്പുഴ സെൻട്രൽ വഴി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു. രാത്രി 8-ന് ഗണേശ വിഗ്രഹങ്ങൾ കരിമ്പുഴയിൽ നിമജ്ജനം ചെയ്തു. കരിമ്പുഴ പുഴയിൽ നിമജ്ജനം ചെയ്തു. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ 13-ാം വാർഡിലെ ആമക്കാട് തേൻകുളം പുല്ലുണ്ടശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഈ റോഡ്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണമെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. 2018-ലെ പ്രളയത്തിലാണ് ഈ റോഡ് പൂർണ്ണമായും തകർന്നത്. ഇതിനുശേഷം ഈ പ്രദേശത്തെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. വാർഡ് മെമ്പറോട് പലതവണ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ ബോധിപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇരുചക്ര വാഹനങ്ങൾ പലതവണ ഇവിടെ മറിഞ്ഞിട്ടുണ്ട്. പുല്ലുണ്ടശ്ശേരി സ്കൂളിലേക്കുള്ള പ്രധാന പാത കൂടിയാണ് ഇത്. 6ഓളം സ്കൂളുകളിലേക്കുള്ള ബസ്സുകൾ ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ടെന്ന് പറയുകയല്ലാതെ റോഡിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ധാർഷ്ട്യമാണ് റോഡിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് BJP ആരോപിക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കാതെ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി BJP കടമ്പഴിപ്പുറം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി P സന്തോഷ് പറഞ്ഞു. 2022 ഈ റോഡ് മെയിൻ്റെനൻസ് എന്ന രീതിയിൽ ഒരു ഫണ്ട് വരികയും ഈ ഫണ്ട് വക മാറ്റിയിട്ട് വേറെ ഒരു ഭാഗത്ത് ചെറിയൊരു പോർഷൻ റോഡ് ടാർ ചെയ്യുകയാണ് ചെയ്തത്. ഈ റോഡിൻ്റെ ഇത്തരത്തിലുള്ളൊരു ശോചനീയാവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. നാട്ടുകാർ വളരെയധികം ഇടപെട്ട് രൂക്ഷമായി പ്രതികരിച്ചതോടെയാണ് ഈ മഴ സമയത്ത് ഒരു വലിയ കോറി വേസ്റ്റ് എന്നുള്ള വ്യാജേന കരിങ്കല്ലിൻ്റെ വലിയ ഉരുളൻ കല്ലുകളാണ് ഈ കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നത്. ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഒരു 2 വീലറോ ഒരു വഴിയാത്രക്കാർക്കോ വളരെയധികം ബുദ്ധിമുട്ട് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രായമായവരിപ്പോൾ ആ പാലത്രക്കാവിൻ്റെ തേങ്കുളം ആ റോഡിൽ കൂടെയാണ് യാത്ര
സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതേ തുടരുകയാണെങ്കിൽ ഓരോ വർഷവും ഓരോ ഫണ്ട് വരികയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പറയുന്നത് ഈ വർഷം ഞങ്ങൾ അത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ ചെയ്യുന്നത് കാണാനില്ല. ഈ വർഷവും പറഞ്ഞിരിക്കുന്നു ഒരു ഫണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ചെയ്തു തരാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി പഞ്ചായത്തിന് മുന്നിൽ ഞങ്ങൾ നടത്തിയിരിക്കുന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. UGCയുടെ നാക് സംഘം ചെറുപ്പശ്ശേരി കാറൽമണ CCST കോളേജിൽ സന്ദർശനം നടത്തും. സെപ്റ്റംബർ 11-12 തീയതികളായി എത്തുന്ന സംഘത്തെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോളേജിലെ അക്കാദമിക് നോൺ അക്കാദമിക് പ്രവർത്തനങ്ങൾ വിശദമായി വിലയിരുത്തി കോളേജിലെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് വൈസ് ചാൻസലറുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം സന്ദർശനം നടത്തുന്നത്. കോളേജിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദമായ റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായാണ് നാക് നിയോഗിച്ച 3-അംഗ സംഘം എത്തുന്നതെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. ഒരു ഗവൺമെൻറ് കോളേജോ എയ്ഡഡ് കോളേജോ വരില്ല എന്നൊരു സന്ദർഭത്തിൽ ചെറുപ്പശ്ശേരിയിലത്തെ ചില വിദ്യാഭ്യാസത്തിനോട് താല്പര്യമുള്ള ചില വ്യക്തികൾ ഒന്നിച്ചു ചേർന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് അതിന് പേരിട്ടു. അങ്ങനെ വന്ന ഒരു സ്ഥാപനമാണ് ആ കോളേജ്. അതിൻ്റെ ജൈത്ര യാത്ര തുടരുകയാണ്. അതിൻ്റെ അക്കാഡമിക് കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് നാക്കിൽ നിന്നൊരു പിയർ ടീം വരും. അപ്പോൾ അവർ വന്ന് നമ്മളുടെ കോളേജിലത്തെ കാര്യങ്ങൾ തലനാരിഴ കീറി പരിശോധിക്കും. നാളെയും മറ്റന്നാളുമാണ് അത് വരുന്നത്. അപ്പോൾ അത് വളരെ ഒരുപാട് കഠിന ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അക്രിഡിറ്റേഷൻ കിട്ടിയാലുള്ള നേട്ടത്തിനേക്കാട്ടിലും അക്രിഡിറ്റേഷൻ ഇല്ല എന്നുള്ള കോട്ടത്തിനെയാണ് വർണ്ണിച്ച് പറയുക. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങളും പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ നാക് വിസിറ്റ് എന്ന് പറഞ്ഞാൽ UGCയുടെ അണ്ടറിലുള്ളതാണ്. സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള UGCയുടെ അണ്ടറിലുള്ളൊരു ഏജൻസിയാണ് നാക് എന്ന് പറയുന്നത്. അവർ കോളേജിൽ എന്തെല്ലാം ഫെസിലിറ്റീസുകളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങൾ കുട്ടികൾക്കുണ്ട്, അവിടുത്തെ ടീച്ചിങ് നിലവാരം എങ്ങനെയാണ്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, സ്റ്റുഡൻസിൻ്റെ അപ്പിയറൻസും അവരുടെ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ SSR സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വിസിറ്റ് ചെയ്ത് ഫിസിക്കൽ വെരിഫിക്കേഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്. നാക് സംഘത്തിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് സാംസ്കാരികവും കലാപരവുമായ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചതായി പ്രിൻസിപ്പൽ NK ബാബു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ T ഹരിദാസൻ, IQAC കോർഡിനേറ്റർ സബീന CR, നാക് കോർഡിനേറ്റർ ഫസലുർ റഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വർക്കിംഗ് പ്രൊഫഷണൽസ് ഡിപ്ലോമ പ്രോഗ്രാമിന് മലബാർ പോളിടെക്നിക് ക്യാമ്പസിന് അംഗീകാരം. കേരളത്തിൽ പുതുതായി അംഗീകാരം ലഭിച്ച 6 പോളിടെക്നിക് സ്ഥാപനങ്ങളുടെ ലിസ്റ്റിലാണ് ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്റ്റേറ്റ് ബോർഡ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ AICTEയുടെ അംഗീകാരത്തോടെയാണ് 2024 അധ്യയന വർഷത്തിൽ ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സുകൾ നടത്താൻ ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ഉൾപ്പെടെ കേരളത്തിലെ 6 പോളിടെക്നിക് ക്യാമ്പസുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 11 പോളിടെക്നിക്കുകൾക്കാണ് ഇപ്പോൾ ഈ കോഴ്സിന് അംഗീകാരമുള്ളത്. 6 സെമസ്റ്ററുകളുള്ള ഡിപ്ലോമ പ്രോഗ്രാമിൻ്റെ 3-ാം സെമസ്റ്ററിലേക്കാണ് പ്രവേശനം. 2024 ജൂൺ 1-ന് 19 വയസ്സ് പൂർത്തിയായിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് കോഴ്സിൽ ചേരാൻ അവസരം ലഭിക്കുക. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഐച്ഛിക വിഷയമായി +2 അല്ലെങ്കിൽ VHSC തുല്യ യോഗ്യതയും വേണം. അക്കാദമിക യോഗ്യത നേടിയതിനു ശേഷം ചുരുങ്ങിയത് 1 വർഷത്തെ ഫുൾ ടൈം അല്ലെങ്കിൽ റെഗുലർ പ്രവൃത്തി പരിചയവും വേണം. സർക്കാർ വകുപ്പ് രജിസ്ട്രേഡ് വ്യവസായശാല, കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തര സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകരിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ സേവനവും പരിഗണിക്കും. കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് polyadmission.org എന്ന വെബ്സൈറ്റ് വഴിയും സെപ്റ്റംബർ 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ക്യാമ്പസിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിലൂടെയും പ്രവേശനം നേടാൻ ആവുന്നതാണെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണഗതിയിൽ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നതാണ്. സാധാരണ ഇവിടെ ലാറ്റർ എൻട്രി കോഴ്സുകൾ +2 സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞവരും അതുപോലെ തന്നെ ITI NCVT KGC പരീക്ഷ പാസ്സായവർക്കാണ് ഇത് എലിജിബിലിറ്റി ഉള്ളത്. അത് സാധാരണ റെഗുലർ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് തീരുമാനപ്രകാരം പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ KSP, PWD, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ITI ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിപ്ലോമ അനിവാര്യമാണ്. അതിൻ്റെ ബേസിലാണ് ഈ 2 വർഷം കൊണ്ട് ഈ കുട്ടികൾക്ക് നടത്തുന്നത്. ലാറ്റർ എൻട്രി കോഴ്സുകളാണെങ്കിൽ റെഗുലറിൻ്റെ കോഴ്സുകളാണെങ്കിൽ റെഗുലറായിട്ട് വർക്കിംഗ് ഡേയ്സിനാണ് നടത്തുന്നത്. ഇത്
പ്രത്യേകം പ്രോസ്പെറസിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീനെ ബാധിക്കാത്ത രീതിയിൽ, അവരുടെ മാൻ പവറിന് കോട്ടം വരാത്ത രീതിയിൽ ഏത് വേഗത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ കോഴ്സുകൾ സംഘടിപ്പിക്കാമെന്നുള്ളതാണ്. അത് ഈവനിങ് മാത്രമല്ല, റെഗുലറായിട്ട് പിന്നെ സാറ്റർഡേ ഹോളിഡേയ്സ്, സാറ്റർഡേ സൺഡേ ഏതെല്ലാം ദിവസങ്ങളിൽ നമുക്ക് അനുയോജ്യമാണ് ആ ദിവസങ്ങളെല്ലാം ഇത് പിന്നെ ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാമെന്നുള്ളതാണ്. സിറ്റി ബോർഡിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ വർക്കർമാരൊക്കെ ആയിട്ട് കയറിയ ആൾക്കാരുണ്ടാവും. അവരിങ്ങനെ ഒരു ലൈൻമാൻമാരൊക്കെ എത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ അവർക്ക് പോളിടെക്നിക് ഡിപ്ലോമ നിർബന്ധമാണ്. അപ്പോൾ അവർക്ക് വളരെയധികം ഒരു സപ്പോർട്ടിങ് ആവും നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ ഡിപ്ലോമ കോഴ്സിനോട് അംഗീകാരം കിട്ടിയത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കോളേജിൻ്റെ ചുറ്റളവിൽ ഏകദേശം ഒരു 20 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ ഏകദേശം 6ഓളം സെക്ഷൻ ഓഫീസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എൻക്വയറീസ് വന്നിരിക്കുന്നതും അവിടെ നിന്നുള്ള KICBയിലത്തെ ജീവനക്കാരുടെ എൻക്വയറീസാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റും പ്രത്യേക താല്പര്യം എടുത്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്കൊരു ഇതിന് അംഗീകാരം കിട്ടിയത്. അപ്പോൾ പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത്രയും നന്നാവും. ഗവൺമെൻറ് പോളിടെക്നിക്കുകളിൽ വാങ്ങുന്ന ഫീസ് മാത്രമാണ് നമ്മളതിന് ഈടാക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ പാലക്കാട് പോളിയിലോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പോളിയിലൊക്കെ പോയിട്ട് അവർ ഈ പരീക്ഷ എഴുതണം അല്ലെങ്കിൽ ഈ കോഴ്സ് ചെയ്യണമെങ്കിൽ, ഈ പരീക്ഷ എഴുതി പാസ്സാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലവാകുന്ന, അവർക്ക് ആവശ്യമായിട്ട് വരുന്ന ഫീസ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, നേരത്തെ ITI ഒക്കെ കഴിഞ്ഞ് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് റെഗുലറായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അത് സാധ്യമല്ല. അതേസമയം ഇങ്ങനെയുള്ള കോഴ്സുകളിലൂടെ ചേർന്നിട്ട് അവർക്ക് ഡിപ്ലോമ വീണ്ടും വേണമെങ്കിൽ അവർക്ക് ബിടെക്കോ തുടർ പഠനങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർക്ക് പ്രൊമോഷൻ കാര്യങ്ങൾക്ക് ഇത് ആവശ്യമാണ്. മലബാർ പോളിടെക്നിക് ക്യാമ്പസ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം, സെക്രട്ടറി അബ്ദുറഹ്മാൻ, വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് സാലിം കെ, വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവികളായ പ്രകാശൻ KK, മുഹമ്മദ് താഹിർ, സുനൈന K, കൃപ MK, അരുൺ R തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കർഷക കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റായി KG ബാബു ചുമതലയേറ്റു. ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് MC വർഗീസിൽ നിന്നും ചുമതല ഏറ്റുവാങ്ങി. കാർഷിക വിളകൾക്ക് മതിയായ വില ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ഉദ്ഘാടനം ചെയ്ത DCC സെക്രട്ടറി P. അഹമ്മദ് അഷറഫ് പറഞ്ഞു. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചപ്പോൾ കാർഷികോൽപ്പന്നങ്ങളുടെ വില താഴേക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. കൃഷിക്കാര് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവിടെ കർഷക കോൺഗ്രസിന് ഒരു പുതിയ ശ്രീ KG ബാബുവിനെ കർഷക കോൺഗ്രസിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്നലെ ബാബു സൂചിപ്പിച്ചതുപോലെ ഇവിടെ MLA വിളിച്ചു കൂട്ടിയ കൃഷിക്കാരുടെ ഏറ്റവും വലിയ ആശങ്കയുള്ള ഈ പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കൃഷിക്കാരാകെ വലിയ പ്രയാസങ്ങളാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഷാൾ അണിയിച്ചു. MC വർഗീസ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി PR സുരേഷ്, DCC അംഗം K. ബാലകൃഷ്ണൻ, V. പ്രീത, VV ഷൗക്കത്ത് അലി, TK ഇപ്പു, P. മുരളി, നസീർ ബാബു, P. ഖാലിദ് എന്നിവർ സംസാരിച്ചു. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 30 കുടുംബങ്ങൾക്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഓണക്കിറ്റ് നൽകി. ബാങ്ക് പ്രസിഡന്റ് PP.K. അബ്ദുറഹ്മാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുടുംബങ്ങളുടെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകിയത്. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ 500 അംഗങ്ങളിൽ നിന്നും സാമ്പത്തികമായി ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന 30 പേരെ കണ്ടെത്തി അവർക്കുള്ള ഓണ ഭക്ഷ്യക്കിറ്റാണ് ബാങ്കിനോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബങ്ങൾക്ക് സമൃദ്ധമായി ഓണം ആഘോഷിക്കാൻ ആവശ്യമായുള്ള മുഴുവൻ ഭക്ഷ്യധാന്യങ്ങളും അടങ്ങിയ കിറ്റുകൾ ബാങ്ക് എത്തിച്ചത്. ബാങ്ക് പ്രസിഡന്റ് PP.K. അബ്ദുറഹ്മാൻ കിറ്റുകൾ പാലിയേറ്റീവ് കെയർ അംഗങ്ങൾക്ക് കൈമാറി. ഈ രോഗവും അതിൽ ബുദ്ധിമുട്ടി സാമ്പത്തിക പരാധീനതയും കൂടി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ഒരു ജീവിതമാണ് ഏറ്റവും വലിയ ശിക്ഷാർഹമായിട്ട് കാണുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് പാലിയേറ്റീവ് പ്രവർത്തനം എന്നാൽ. ആ പാലിയേറ്റീവ് പ്രവർത്തനത്തോടൊപ്പം കൈത്താങ്ങായി നിൽക്കാൻ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള നമുക്കറിയാം എടത്തനാട്ടുകര പാലിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലിയേറ്റീവ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ അത്രയധികം സന്തോഷത്തോടു കൂടി അവരെന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അത് സന്തോഷത്തോടു കൂടി നടപ്പിലാക്കുന്നതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏത് പദ്ധതിയോടൊപ്പം നിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. പ്രയാസപ്പെടുന്നവർക്ക് കൈത്താങ്ങാവുകയാണ് ബാങ്കിന്റെ പ്രവർത്തനം കൊണ്ട് അലനല്ലൂർ സർവീസ് ബാങ്ക് ഉദ്ദേശിക്കുന്നതെന്ന് സെക്രട്ടറി P. ശ്രീനിവാസൻ പറഞ്ഞു. ഏകദേശം 1000 രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളും ആ കിറ്റിലുണ്ട്. അപ്പോൾ ഏകദേശം 30ഓളം പേർക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാക്കി
കുറച്ച് പേർക്ക് അലനല്ലൂരും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ കാരണം ഈ സർവീസ് ബാങ്ക് എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുന്ന ആളുകളുടെ മോചനം അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏത് ബാങ്കിങ് പ്രവർത്തനത്തിലൂടെയും ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് വി അബ്ദുള്ള, ഡയറക്ടർമാരായ ടി രാജകൃഷ്ണൻ, ശ്രീധരൻ, വി ടി ഉസ്മാൻ, പാലിയേറ്റീവ് കെയർ ഭാരവാഹികളായ റഹീസ് എടത്തനാട്ടുകര, എ മുഹമ്മദ് സക്കീർ, പി റഷീദ്, സി സിദ്ദിഖ്, രവികുമാർ, സി ബീരാൻകുട്ടി, പി പി അലി, ടി പി സൈനബ, പി ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കുമരമ്പത്തൂർ സഹകരണ ബാങ്ക് ഓണച്ചന്ത പയ്യനടം ശാഖയിൽ ആരംഭിച്ചു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ സി ഗീത ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. അരി, പച്ചരി, പഞ്ചസാര, വെളിച്ചെണ്ണ, ചെറുപയർ, കടല, ഉഴുന്ന്, വൻപയർ, പരിപ്പ്, മുളക്, മല്ലി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ശർക്കര ഉൾപ്പെടെയുള്ള കിറ്റാണ് ചന്തയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ നൽകുന്നത്. 1800 രൂപ വിലയുള്ള സാധനങ്ങൾ 1200 രൂപയ്ക്ക് നൽകാൻ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് നടത്തുന്ന ചന്തയിലൂടെ കഴിയുമെന്ന് ഉദ്ഘാടനം ചെയ്ത അസിസ്റ്റന്റ് രജിസ്ട്രാർ ഗീത പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒന്നാണല്ലോ ഓണം. ആ ഓണത്തിന് നമുക്ക് കൺസ്യൂമർ ഫെഡിൻ്റെ ആഭിമുഖ്യത്തിൽ കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്തിട്ട് ഇപ്രാവശ്യം നമുക്ക് ഒരു 525 പേർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്ത് അതിലും കൂടുതലുണ്ടായിരുന്നു. എന്തായാലും കിട്ടിയ സാധനങ്ങൾ വളരെ നല്ലതാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട്, നല്ല സാധനങ്ങളാണെന്നും അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. ഒരു 1800 രൂപയോളം വില വരുന്ന സാധനം നമുക്കൊരു 1270 രൂപയ്ക്കൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഓണത്തിന് അത് നമുക്ക് വലിയൊരു കാര്യമാണ്. പ്രസിഡന്റ് എ കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം അബ്ദുൽ നാസർ, ഡയറക്ടർമാരായ എൻ മണികണ്ഠൻ, രമേശ് നാവായത്ത്, പി കൃഷ്ണകുമാർ, സി മുഹമ്മദ് സനൂബ്, എ രാമകൃഷ്ണൻ, ടി ഉസ്മാൻ, പി ഗോപാലകൃഷ്ണൻ, ലീജ രാജ്, കെ പി റീന, കെ ഐഷാബി എന്നിവർ സംസാരിച്ചു. കോട്ടോപ്പാടം ഭീമനാട് ഗ്രാമോദയം വായനശാലയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും വനിതാവേദി അംഗങ്ങളും സംയുക്തമായി ഭീമനാട് ഫെയ്ത്ത് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂക്കളവും മാവേലിയും ആഘോഷ പരിപാടിയിൽ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. പ്രദേശത്തെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിജയികളെ നിർണ്ണയിക്കാതെ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങളും നൽകി. ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിൽ നടന്ന പരിപാടികൾ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി സെക്രട്ടറി ജയശ്രീ അധ്യക്ഷയായി. വായനശാല ഭാരവാഹികളായ അസീസ് ഇടമുറ്റം, ജി കൃഷ്ണകുമാർ, കെ സന്തോഷ് ബാബു, ടി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. മനസാകെ നിലാവ് മലയാള ചുണ്ടി മലരോണ പാട്ട്. അലനല്ലൂർ കാട്ടുകുളം ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികൾ SKSBVയുടെ കീഴിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 3 ഗ്രൂപ്പുകളിലായി 3 സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. ഓരോ സ്റ്റാളുകളിലും 50ഓളം വ്യത്യസ്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കിയിരുന്നു. സദർ ഉസ്താദ് സാബിർ ഫൈസി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സത്താർ കമാലി, അഷ്റഫ് ഹസനി, സിയാദ് കമാലി, മുബഷിർ മുസ്ലിയാർ, സ്ഥാപനം ജനറൽ സെക്രട്ടറി നസീർ, KV യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നബിയുടെ ജന്മമാസമായ റബീഉൽ അവ്വലിൽ പ്രവാചകന്റെ ചര്യയെ വിദ്യാർത്ഥികൾക്ക് ബോധ്യപ്പെടുത്തുകയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം. ചെറുപ്പശ്ശേരി പാണ്ഡമംഗലം മദ്രസത്തുൽ ബിലാൽ മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുപ്പശ്ശേരി സൈൻസ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് ഒരുക്കിയത്. ചെറുപ്പശ്ശേരി പാണ്ഡമംഗലം മദ്രസത്തുൽ ബിലാൽ മെഹ്ഫിലെ തൊയ്ബ 2K24 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ചെറുപ്പശ്ശേരി സയൻസ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജാതിമത ഭേദമന്യേ 100 കണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ നൌഷാദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ ബിജീഷ്, ഐ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സ്വപ്ന,
SYS സോൺ പ്രസിഡന്റ് റഫീഖ് സഖാഫി പാണ്ടമംഗലം, ബിലാൽ മസ്ജിദ് ഖത്തീബും സദർ മുഅല്ലിമുമായ സിദ്ദിഖ് സഖാഫി, കൺവീനർമാരായ മുസ്തഫ, മൊയ്തീൻ, യൂസുഫ്, മുസ്തഫ സഖാഫി, ഹംസ, സലീം മദനി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നഷ്ടം. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ കോൺഗ്രസ് സ്വതന്ത്ര അംഗം രമ്യ മാണിത്തൊടി LDFനെ പിന്തുണച്ചു. തിങ്കളാഴ്ച പ്രസിഡന്റ് സ്ഥാനവും UDFന് നഷ്ടമായിരുന്നു. പണവും ജോലിയും ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്താണ് രമ്യ മാണിത്തൊടിയെ LDF ചാക്കിലാക്കിയതെന്നും അവർക്ക് മെമ്പറായി തുടരാൻ അർഹതയില്ലെന്നും ഏലംകുളത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായ K. ഹൈറുന്നീസ. കുതിരക്കച്ചവടം നടത്തിയാണ് LDFനൊപ്പം കൂടിയതെന്ന് തെളിയിച്ചാൽ രാജിവെക്കാൻ തയ്യാറെന്ന് രമ്യ മാണിത്തൊടി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വിഷയത്തിൽ വീണ്ടും ചർച്ച നടത്താൻ കൗൺസിൽ തീരുമാനം. ഒറ്റപ്പാലം വരോട് അനങ്ങൻമലയിലെ ഖനനം സർക്കാർ അനുവദിക്കരുതെന്ന് വെൽഫെയർ പാർട്ടി. ഖനനം നടത്തുന്നതിന് ശാസ്ത്രീയമായ ഒരു പഠനവും സർക്കാർ നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ സബ് കളക്ടർക്ക് നിവേദനവും നൽകി. ഒറ്റപ്പാലത്ത് റോഡരികിൽ കഞ്ചാവ് ചെടി. ചുനങ്ങാട് മലപ്പുറത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.